സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക്. OP ബഹിഷ്കരണത്തിന് പിന്നാലെ ഇന്നു മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നിർത്തിവെക്കും. സെക്രട്ടേറിയറ്റിലേക്ക് ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തും. അധ്യാപനം മുടങ്ങിയതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, സമരം ഘടിപ്പിക്കുകയാണ്. ഇന്നു മുതൽ സമരത്തിന്റെ രൂപം മാറും, ഭാവം മാറും അല്ലേ? രോഗികളാണ് വലയാൻ പോകുന്നത്. രോഗികൾക്കൊപ്പം തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികളും വലയും എന്ന കാര്യവും ഏറെക്കുറെ തീർച്ചയാണ് അല്ലേ? സമരവുമായി കടുപ്പിച്ച് മുന്നോട്ടാണ് സംഘടനകൾ. അരുൺകുമാർ, തീർച്ചയായും മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക സംഘടനയായ KGMCTയുടെ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാവുകയാണ്. ഇന്ന് 4ാം ദിവസവും അനിശ്ചിതകാല OP ബഹിഷ്കരണം തുടരുകയാണ്. ഈ OP ബഹിഷ്കരണത്തിലും ഒപ്പം അവരുടെ സമരത്തിലും ഏറ്റവും കൂടുതൽ വലയുന്നത് രോഗികളാണ്. ഒപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കിലാണ്. നിരവധി റഫറൽ OPകൾ വരുന്ന ഒരിടം കൂടിയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തുമ്പോഴാണ് ഈ ഡോക്ടർമാരില്ല എന്ന് അറിയുന്നത്. അത്തരത്തിൽ രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. PG ഡോക്ടർമാരെയും ഹൗസ് സർജന്മാരെയും ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ ഉൾപ്പെടെ പ്രവർത്തനം. ചേട്ടാ, എവിടെ നിന്ന് വരുന്നത്? ഞാൻ ചെറിയ ഡോക്ടർ ഉണ്ടായിരുന്നു. എന്തോ എനിക്കറിയാൻ പോയി. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. അറിയാം. ഡോക്ടർമാർ സമരം ഉണ്ടെന്ന് അറിഞ്ഞില്ല? ഇല്ല. എവിടെ നിന്നാ? കിളിമാനൂരിൽ. ഡോക്ടർ കണ്ടോ? ഇല്ല, ഭർത്താവ് തുണ്ടെടുക്കാൻ വരുന്നു. അരുൺകുമാർ, അതായത് ഈ രോഗികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ അറിവുകളൊന്നും തന്നെ ഇല്ല. ഡോക്ടർമാർ സമരത്തിലാണ് എന്ന് ഇവർ അറിയുന്നത് ഇവിടെ എത്തുമ്പോൾ മുതലാണ്. മാത്രമല്ല, ഇന്ന് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ബഹിഷ്കരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല നിലപാട് ഇതുവരെയും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. നേരത്തെ PG ഡോക്ടർമാരും ഇന്ന് OP ബഹിഷ്കരണം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തൽക്കാലം PG ഡോക്ടർമാർ ആ സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. പക്ഷേ PG ഡോക്ടർമാരെ സംബന്ധിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി മെഡിക്കൽ കോളേജിലെ അധ്യാപകർ അധ്യാപനവും ബഹിഷ്കരിക്കുകയാണ്. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം റഫറൽ OP എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് ഈ PG വിദ്യാർത്ഥികളുടെ കപ്പാസിറ്റിക്കും അപ്പുറമാണ് ഇവിടെയുള്ള രോഗികൾ എന്നതാണ് PG വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഈ KGMCT ഡോക്ടറുമായി ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും PG ഡോക്ടർമാരും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധ പരിപാടികൾ PG ഡോക്ടർമാരും ഒപ്പം KGMCTയെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലായിരിക്കും KGMCTയുടെ പ്രതിഷേധ മാർച്ച് നടക്കുക. അരുൺകുമാർ. ഓക്കെ പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു പ്രതീഷ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ സമരം ഘടിപ്പിക്കുകയാണ്. സമരത്തിന്റെ രൂപം മാറുന്നു, സമരത്തിന്റെ ഭാവം മാറുന്നു. കൂടുതൽ നടപടികളിലേക്ക് പോകുന്ന സമയത്ത് രോഗികൾ വലയും എന്നുള്ളതാണ്.